ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശു എന്ന നാമത്തിൻ്റെ മഹനീയ നാമത്തിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് നേരുകയാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം, പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. പല ഭാഷകളിൽ പല രീതിയിൽ അത് നമ്മൾ ആ പേര് അരമായിൽ യശുവ എന്നാണ്, യഹോഷുവ എന്ന് ഹീബ്രുവിൽ പറയുന്നു, ഗ്രീക്കിൽ യേസൂസ് എന്ന് പറയുന്നു. നമ്മൾ പറയുന്ന ഈശോ അത് സിറിയക് ഭാഷയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പം യേശു നാമത്തിൻ്റെ ശക്തി, അത് ഇത്ര ശക്തിയുള്ള നാമമാകാൻ കാരണമെന്താ? അത് ദൈവം തന്ന പേരായതുകൊണ്ടാണ്, ദൈവം കൊടുത്ത പേരാ. യൗസപിതാവും മാതാവും കൂടി കണ്ടുപിടിച്ച പേരല്ല, അവർ കണ്ടുപിടിക്കേണ്ടി വന്നില്ല, അവർ ആ പേരിട്ടു എന്ന വലിയ മഹനീയ കർമ്മം അവർ ചെയ്തു. ഇപ്പം ലൂക്കായുടെ സുവിശേഷത്തിൽ 1:31 വാക്യത്തിൽ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഇത് മറിയത്തോട് പറഞ്ഞ കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 2:21 വാക്യത്തിൽ, ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ യൗസപിതാവിനോട് പറയുന്ന കാര്യമാണ്. അത് 1-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 1:21 വാക്യത്തിലാണ്, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഇനി 25-ാമത്തെ വാക്യത്തിൽ, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അറിഞ്ഞില്ല, അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു. അപ്പൊ ദൈവം കൊടുത്ത പേരാണ്, ദൈവം കൊടുത്ത പേരായതുകൊണ്ടാണ് ഇത്ര അത്ഭുതകരമായ ഒരു നാമമായിട്ടിത് അവശേഷിക്കുന്നത്. നമുക്ക് മാമോദീസയിലൂടെ, ഓരോ കൂദാശകളിലൂടെ നമുക്ക് ഈ നാമം വഹിക്കാനായിട്ടുള്ള വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാമം വഹിക്കുക, നാമം വഹിക്കാനുള്ള പാത്രങ്ങളാണ് നമ്മൾ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക, കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ഈ സകല മനുഷ്യർ എന്നതൊക്കെ നമുക്കെതിരെ നിൽക്കുന്നവരെന്ന് ചിന്തിച്ച്, കടബാധ്യത, രോഗങ്ങൾ, വൈവാഹിക ദോഷങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, നമ്മളിങ്ങനെ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ശത്രുക്കൾ പോലും മാറിപ്പോവും. അതുകൊണ്ടാണ് ഒരു ദൈവ പൈതലിനെ പോലെ വരണം. സ്കാഫൊക്കെ ധരിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ലക്ഷണമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവനാമം നമ്മൾ വഹിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ദൈവനാമം വഹിക്കുന്ന ഭയഭക്തി ആദരവോടുകൂടെ നമ്മൾ നിൽക്കണ്ടേ. ഷോർട്സ് ധരിച്ചു വരുന്നവരും ദൈവത്തിൻ്റെ നാമം നിങ്ങൾക്ക് നൽകിയിരിക്കുക, കൂദാശകളിലൂടെ ഇത് വഹിച്ചുകൊണ്ട് നടക്കാൻ നാമം വഹിക്കുന്ന. അതുകൊണ്ടാണ് നടപടി പുസ്തകം 9-ാം അധ്യായത്തിൽ സാവൂളിനെ രക്ഷിക്കാനായിട്ടുള്ള നടപടികൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീട്ടി, അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പോയി. അങ്ങനെ അനനിയാസിനോട് പോയി പറയുകയാണ്, അനനിയാസ് നീ പോയിട്ട് അവൻ്റെ ശിരസിൽ കരം വെക്കണം, അങ്ങനെ പരിശുദ്ധാത്മാവ് നിറയും, അവന് ജ്ഞാനസ്നാനം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറൂസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല മനുഷ്യരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. ഇപ്പൊ സാവൂളിനെ കുറിച്ച് കർത്താവിനൊരു പദ്ധതി ഉണ്ട്. അത് നമ്മളെക്കുറിച്ച് പദ്ധതി ഉള്ളതുപോലെ തന്നെ ഇപ്പൊ കർത്താവ് അനനിയാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുത്ത പാത്രമാണ് അവൻ. നീ അവനോട് കളിക്കണ്ട, അവൻ എൻ്റെ നാമം വഹിക്കാനുള്ള ഉത്തരവാദിത്തം അവന് ഞാൻ കൊടുത്തിരിക്കുക. കർത്താവ് റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടോ, നാമം വഹിക്കാൻ തെരഞ്ഞെടുത്ത പാത്രം, നാമം വഹിക്കാൻ തെരഞ്ഞെടുത്ത പാത്രമാണെന്നുള്ള വിചാരത്തിൽ നമ്മൾ ദൈവാരാധനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ കുർബാന വഴി തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നാമം വഹിക്കാൻ തിരഞ്ഞെടുത്ത പാത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ദൈവാരാധനയിൽ പങ്കെടുക്കുമ്പോൾ പുറത്ത് ബീച്ചിൽ പോകുന്നത് പോലെയോ, സിനിമാ തിയേറ്ററിൽ പോകുന്നത് പോലെയോ, പുറത്തൊക്കെ ഇങ്ങനെ കൂട്ടും കൂടി നടക്കുന്നത് പോലെയോ ഇവിടെ ദൈവാരാധനയിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം അത് തന്നെ ദൈവിക സ്ഥലങ്ങളെ, ദൈവിക ആരാധനയെ, ദൈവ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളൊക്കെ നമ്മൾ അവഹേളിക്കുന്നത്, അതാണ് സംഭവിക്കുന്നത്. അതുവഴി അത് സാക്രിലേജായിട്ട് മാറും.
വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ജ്ഞാനം 6:10. അപ്പൊ ഇത് നമ്മുടെ വിളിയാണിത്. നാമം വഹിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രങ്ങളാണ്. ഈ നാമം വഹിക്കുന്നത് കാണുമ്പോൾ തന്നെ പിശാച് വിറക്കും. അവനിൽ നാമമുണ്ട്, നമ്മളുടെ ഉള്ളിൽ നാമമുണ്ട്, യേശുവിന്റെ നാമം തന്നിരിക്കുക. പക്ഷേ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാ? ഡോമിനേറ്റ് ചെയ്യിപ്പിക്കുന്നത് പിശാചിന്റെ കാര്യങ്ങളാണെങ്കിൽ ശത്രു കാണുന്നത് പിശാചിനായിരിക്കും. ശത്രു നമ്മളെ നോക്കുമ്പോൾ കടബാധ്യത എന്ന ശത്രു, കുഞ്ഞുങ്ങളില്ലാത്ത ശത്രു, അതുപോലെ വൈവാഹിക ദോഷം എന്ന ശത്രു, അങ്ങനെ ജോലിയില്ലാത്ത ശത്രു, ഇങ്ങനെ പല വിധത്തിലുള്ള നമുക്കെതിരെ നിൽക്കുന്ന ആളുകൾ, വസ്തുതകൾ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ നാമം കാണുമ്പോൾ അവൻ വിറയ്ക്കും, അവൻ നമ്മളെ തടസ്സപ്പെടുത്തുകയില്ല. അതാണ് അതിൻ്റെ ഈ നാമം. ഇത് ചിലപ്പോൾ മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോലും അതിനുള്ള അനുഗ്രഹമുണ്ട്. 1 യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകി. അപ്പം മാമോദീസ കൂദാശകളാൽ വിശുദ്ധീകരിക്കപ്പെടാത്തവർക്ക് പോലും നാമത്തിൻ്റെ അത്ഭുതം അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ കൂദാശകളാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കാര്യമൊന്ന് ചിന്തിച്ചേ. എന്തുമാത്രം പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്, എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് അതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയപ്പം പത്രോസാകട്ടെ പൗലോസാകട്ടെ അവർ പിന്നെ ഈ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാമത്തിൽ. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞ ആളാണ്. പക്ഷേ 10 ഇരട്ടി തീക്ഷ്ണതയോടെ ബാറുക്ക് പ്രവാചന പുസ്തകം 4:28 അത് എത്രമാത്രം കർത്താവിന് അകന്നു പോയോ, എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. അങ്ങനെ ചെയ്തു. പത്രോസും പൗലോസൊക്കെ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തത് കൊണ്ട് അവർക്ക് അത് യേശുനാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ജന്മനാ മുടന്തൻ ദേവാലയ കവാടത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. നടപടി 3:6 എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നടന്നു. അതാണ് ആ ബോധ്യത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ. അത് നടപടി പുസ്തകം 16:18 അവിടെയും പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഈ ഒരു ബോധ്യം കിട്ടിയതുകൊണ്ടാണ് പത്രോസ് നടപടി പുസ്തകം 4:11-12 വിളിച്ചു പറഞ്ഞത്, ആരോടും ഭയമില്ലാതെ ആരുടെ നാമത്തിലാണ് ആ ജന്മന മുടന്തൻ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് അവൻ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. നടപടി പുസ്തകം 4:11-12 മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചങ്കുറപ്പോടെ പറഞ്ഞു. അഴകൊള്ള വകുപ്പല്ല, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലല്ല പറഞ്ഞത്. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കുന്നത് പോലെ, കുറച്ചൊക്കെ ഈശോയ്ക്ക്, കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ. അങ്ങനെയല്ല. പത്രോസ് പിന്നെ അടിമുടി മാറി. പത്രോസ് നല്ല ചങ്കുറപ്പോടെ നെഞ്ചും വിരിച്ച് പറഞ്ഞു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് പരിശുദ്ധ ലയോ പാപ്പ ഇപ്പോൾ ഇത് കുറെ ജീവിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുക. ഇത് പ്രചോദനമാണ്. നമ്മൾ വെള്ളം ചേർത്ത് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സഭയുടെ തലവൻ യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ നാമത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. ഈ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം അതിൽ ഇപ്രകാരം 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അതിൻ്റെ അവസാനം 24-ാമത്തെ വചനം, അത് ഒരു വലിയ സെന്റൻസ് ആണ്. അതിൻ്റെ പകുതി എത്തുമ്പോഴും, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മളിപ്പോൾ യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കർത്താവ് ഇറങ്ങി വരും. കാരണം ആ വിളിക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. അതാണ് നല്ല കള്ളൻ, യേശുവേ അങ്ങയുടെ രാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണമേ. അവൻ രക്ഷപ്പെട്ട് കയറിപ്പോയതിൻ്റെ കാരണം അതാ. ഇങ്ങനെ ചില കാര്യങ്ങൾ 3 പ്രാവശ്യം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അത് 3 പ്രാവശ്യം പറയുന്നത് ജോയൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 32-ാം വാക്യം, നടപടി 2:21, റോമ 10:13. ഈ 3 സ്ഥലങ്ങളിൽ പറയുകയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും.
ഇത് വെറും വാക്കല്ല, വെറും വാക്ക് പറയില്ല. ഒരു കാര്യം 3 തവണ പറയുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇല്ല, നമ്മൾ 1 തരം 2 തരം 3 തരം അങ്ങനെയല്ലേ ലേലമുറപ്പിക്കുന്നത്. അപ്പൊ 3-ാം വിളി 3-ാം പ്രാവശ്യം പറയുന്നത് അതിൽ കാര്യമുണ്ട് മക്കളെ. ഇനി ഈശോ തന്നെ പറയുന്ന ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിലാണ് പറയുന്നത് 14-ാം അധ്യായം 14-ാം വാക്യം, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഇനി യോഹന്നാൻ 15:16, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. യോഹന്നാൻ 16:23, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, തന്മൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അപ്പം അതാണ് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള വിളി കിട്ടിയവരാണ് നമ്മൾ. നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കരുത് യേശുവേ എന്ന് വിളിക്കാൻ. ധ്യാന കേന്ദ്രങ്ങളിൽ നല്ല ഉറക്കിയ ചങ്കുറപ്പോടെ മനസ്സലിഞ്ഞങ്ങനെ വിളിക്കുന്നവരും അവരനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മളിങ്ങനെ അവരെയൊക്കെ നോക്കി ഇതെന്താ ഇങ്ങനെ ഒച്ചയിടുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിൽക്കുന്നവരുണ്ട്. യേശു എന്ന് നാമം വിളിക്കുന്നവർ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം ബർത്തമിയോസ് എന്ന അന്ധയാചകൻ കാണുന്നില്ല ഈശോയെ, പക്ഷെ ഈശോയാണ് ആ വഴി പോകുന്നെന്ന് അറിഞ്ഞു. അപ്പോൾ ഉറക്കെ വിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമെന്ന് വിളിച്ചു, ഉറക്കെ വിളിച്ചു. ആളുകൾ പറഞ്ഞു മിണ്ടാതിരിക്കുക. അവൻ അതൊന്നും വിട്ടുകൊടുത്തില്ല. അവൻ പിന്നെയും വിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമെന്ന് വിളിച്ചു. ഈശോ നിന്നിട്ട് പറഞ്ഞു, മകനെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കാഴ്ച കിട്ടണം. കാഴ്ച കിട്ടി. അതാണ് അതിൽ ഈ നാമം വിളിച്ചാലുള്ള അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക, അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം. ദൈവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഭയഭക്തിയാദരവോടുകൂടെ ഒരു കത്തോലിക്ക മകളെപ്പോലെ, കത്തോലിക്ക മകനെപ്പോലെ നമ്മൾ ദൈവാരാധനയിൽ പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. നമുക്ക് അങ്ങനെ ചുമ്മാ കിട്ടണമെന്നില്ല. എത്ര പേരുണ്ട്, എത്ര രോഗികളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ, എന്നിട്ട് എല്ലാവരും സുഖപ്പെട്ടില്ലല്ലോ. അത് ദൈവനാമം വിളിച്ചവരും ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞവരും ഒക്കെയാണ് സുഖം പ്രാപിച്ചത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നല്ലൊരു പാട്ടുണ്ടല്ലോ, കരിസ്മാറ്റിക് ശുശ്രൂഷകളൊക്കെ ആരംഭിച്ച കാലയളവിൽ ഉണ്ടായിട്ടുള്ള പാട്ടാണ്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഒന്ന് ചേർന്ന് പാടാവോ? ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. വഴിയും സത്യവും ജീവനുമേശു മാത്രമല്ലയോ, പരനേക മധ്യസ്ഥൻ താതൻ അരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി
തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ, ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. യേശുവെന്ന നാമത്തെ, യേശുവെന്ന ആ ജീവനെ ഉള്ളിൽ കൊണ്ടു നടന്ന പരിശുദ്ധ കന്യകാമറിയമേ, ഈശോ എന്ന നാമത്തെയെങ്കിലും ഉള്ളിൽ കൊണ്ടു നടക്കാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മളിപ്പോൾ കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. 4 വരികളായിട്ട് പെട്ടെന്ന്